അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. മോള് വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞത്? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ, അല്ല കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന് മോള് വായിക്കും. മോളെ ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. കുട്ടിയത് പ്രകാശനം ചെയ്യത്താണ്, അത് വായിക്കരുത്. ഒട്ടിക്കല്ല പേടിച്ചത് പണ്ടാറാണ് കേട്ടോ. അയ്യോ കളഞ്ഞല്ലോ, ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. തമ്പി എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ല.